ഒറ്റ ദിവസം 100-ലധികം ഞങ്ങളുടെ സ്റ്റുഡൻസ് ഗാർഡിയൻസ് ജോലിയിൽ കയറി. ഹൈ ഗൈസ്, വെൽക്കം ടു എ ന്യൂ സെഷൻ. നമ്മൾ ഈ ഒരു 3 month കോഴ്സിൽ കുട്ടികളെ എൻറോൾ ചെയ്യുന്നത് അല്ലേ, ഗ്രാജുവേഷൻ ലെവലിൽ ഉള്ള കുട്ടികളാണ് എൻറോൾ ചെയ്യുന്നത്. 3 month സ്പെൻഡ് ചെയ്യുന്നു, സർട്ടിഫിക്കേഷൻ നേടുന്നു, ജോബിലോട്ടേക്ക് എൻ്റർ ആവുന്നു. ഈ ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ഇൻസിഡൻറ്റ്, ഒരു സിംഗിൾ ഡേയിൽ 100 കോഡേഴ്സ് ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ നമ്മുടെ ഗാർഡിയൻസ് ജോലി കയറിയിട്ടുള്ളൊരു നിമിഷം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഡ്ഫുൾ ഒരു മൊമെൻ്റാണത്. എത്രയും പെട്ടെന്ന് ജോലി, എപ്പോഴും പറയാണ്ട് നമ്മൾ അവർക്ക് എത്രയും പെട്ടെന്ന് ജോബാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയും സന്തോഷം, അത്രയും സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ. അവരൊരു കോഴ്സിൽ എൻറോൾ ചെയ്യുന്നത് അത് തന്നെയാണ്. പെട്ടെന്ന് ജോബ് കിട്ടിയിട്ട് അവരുടെ ലൈഫ് കരിയർ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. അപ്പോൾ അവരിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, അവരിലൊക്കെ ദേ ആർ ഫ്രം ഡിഫറെൻറ്റ് ഗ്രാജുവേഷൻ, അല്ല BSc അല്ലെങ്കിൽ BBA BCom, ഡിഫറെൻറ്റ് ഗ്രാജുവേഷൻ, അല്ല മിനിമം ഗ്രാജുവേഷൻ വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ഗ്രാജുവേഷനിലാണ് അവർ വന്നിരിക്കുന്നത്. 3 month നമ്മളിത് സ്പെൻഡ് ചെയ്യുന്നു, എൻറോൾ ചെയ്യുന്നു, സർട്ടിഫിക്കേഷൻ നേടുന്നു. സ്റ്റാർട്ടിംഗ് പാക്കേജ്, അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ മെഡിക്കൽ കോഡിംഗ് ഇൻഡസ്ട്രിയിലൂടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. സ്റ്റാർട്ടിങ് തന്നെ അത്യാവശ്യം നല്ലൊരു പാക്കേജിൽ അവർക്ക് എന്താ പറയുക കരിയർ ആരംഭിക്കാൻ കഴിഞ്ഞു. പിന്നെ എക്സ്പീരിയൻസ് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഗ്രോത്ത് അതിലുണ്ടാവും തീർച്ചയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഇനീഷ്യൽ ലെവലിൽ കിട്ടുന്ന ഈ ഒരു ജോബ്, അത് ഷാർപ്പൻ ചെയ്യേണ്ടതും അതിനെ നമ്മൾ പോളിഷ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട്, സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മളൊരു ലേണിംഗ് ഫേസ് തന്നെയാണ്. നമ്മൾ മെഡിക്കൽ കോഡിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ കൂടുതൽ ഡെപ്തിലോട്ടേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പ്രൊജക്ട് ഓറിയൻറ്റഡ് ട്രെയിനിങ് എല്ലാം വരുന്നത് ബിയോണ്ട് കമ്പനി ആസ്പെക്ട്സിലാണ് വരിക. അപ്പം നിങ്ങൾ ഇൻ്റർവ്യൂവിലൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള നല്ലൊരു സെലക്ഷനിലേക്ക് വന്നു, ആ ഒരു പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകുക. നമുക്ക് പറയാം, കമ്പനിയിൽ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടേക്ക് MSc ഉണ്ട്, മിനിമം സ്കിൽ ഇവാലുവേഷൻ, അല്ലെ, അവരുടെ ട്രെയിനിങ്ങായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ഇതിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മെഡിക്കൽ കോഡേഴ്സിന് വേണ്ടിയിട്ടുള്ള 7 സ്കില്ലുകളുണ്ട് നമ്മൾ പറയാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളൊരു സ്ട്രക്ചറലിസം കൊണ്ടുവരിക. അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് റിസൾട്ട് ഉണ്ടാവും. പറഞ്ഞ പോലെ MSc ഒക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ അസസ്മെൻ്റ് ഒക്കെ മുന്നോട്ട് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വൺസ് എന്താ പറയുക, ജോബ് കിട്ടിയിട്ടും നമ്മൾ വെറുതെ ട്രെയിനിങ് കിട്ടി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡയറക്റ്റ് പ്രൊജക്റ്റിലോട്ടേക്ക് ഓൺ ബോർഡ് ആവുന്നു, അല്ലെ, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ലേണിംഗ് ഫേസ് തന്നെയാണ് നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് അങ്ങനെ പോവാണ്. അപ്പോൾ ആ ഒരു ഫേസിൽ നമുക്ക് ചെറിയ ഹഡിൽസും സ്ട്രഗിൾസൊക്കെ ഉണ്ടാവും, അല്ലേ, എന്തായാലും അതിൻ്റെ ഒരു പാർട്ടായിട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ, അല്ല അതുമായിട്ടൊന്ന് കോപ്പപ്പായി കഴിഞ്ഞാൽ, വൺസ് നമുക്കുള്ളൊരു സുവർണ്ണ കാലഘട്ടം മുന്നോട്ടേക്ക് നല്ല എന്താ പറയുക ഒരു വലിയൊരു കാലഘട്ടം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എന്നുള്ളതല്ല, അതിന് വേണ്ടിയിട്ട് തന്നെ എന്ത് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് നമ്മുടെ എന്താ പറയുക ഒരു നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയൊരു കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അല്ലാത്ത സമയത്തുള്ള എന്താ പറയുക, നമുക്ക് അല്ലേ, നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി ജസ്റ്റ് ഒരു ജോബിലോട്ട്, അല്ലെങ്കിൽ അങ്ങനെ ജോബ് കിട്ടി എന്നുള്ള ആസ്പെക്ട്സിൽ കാണാതെ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡിങ് ഇത് മുന്നോട്ടേക്കുള്ള സ്റ്റെപ്പിലോട്ടേക്ക് തന്നെ കൊണ്ടുപോവുക. അപ്പോൾ അതിൽ പറഞ്ഞ പോലെയുള്ള പലതരത്തിലുള്ള അസസ്മെൻറ്റും ഇതൊക്കെ ക്രോസ് ചെയ്ത് നല്ല രീതിയിൽ കരിയർ ഡെവലപ്പ് ചെയ്യാൻ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ എൻഡ് ഓഫ് ദി ഡേ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കില്ല് നമ്മൾ ഷാർപ്പൻ ചെയ്യണം. പലതരത്തിലുള്ള നമ്മൾ പറയാം അറ്റൻഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പാർട്ടാണെങ്കിലും, അല്ലേ, അതുപോലെ തന്നെ ഇതിലുള്ള നോളജ് ആണെങ്കിലും എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷാർപ്പൻ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലും ഒക്കെ ആ ഒരു നോളജ് ഇല്ല, ഒരുപാട് സോഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഇപ്പം ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പലതരത്തിൽ അഭിനയം കിട്ടുന്ന കാര്യങ്ങൾ അഡീഷണൽ കിട്ടാനുള്ള ഒരുപാട് അഡീഷണൽ സോഴ്സസും ഇപ്പോൾ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്, നമ്മളെപ്പോഴും മറ്റുള്ളവരും ഡിഫറൻ്റ് ആയിരിക്കണം. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാവരിലും അതിനനുസരിച്ചുള്ള നോളജ് ഉണ്ടാവും. ആ നോളജ് ഗോയിങ് ടു റിഫ്ലക്റ്റ് ചെയ്യും. അത് നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിട്ട് മാറും. വൺസ് ഇതായിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് കോപ്പപ്പ് ആയി കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി മാറും. അങ്ങനെ തന്നെ നമ്മൾ കരിയറിനെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ആ തരത്തിൽ തന്നെ കരിയറിനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കും, തീർച്ചയാണ്, ഒരു ഡൗട്ടില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഗാർഡിയൻസിൻ്റെ ഒരുപാട് പേര് ഇല്ല, കഴിഞ്ഞ മാസം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇത്രയും പേര് ഒരു സിംഗിൾ ഡേ കയറി. കഴിഞ്ഞ മാസം തന്നെ ഒരുപാട് പ്ലേസ്മെൻറ്റ്സ് നടന്നു. മാത്രമല്ല GCC രാജ്യങ്ങളിൽ UAE ജോലി കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം കൂടി, അല്ലേ. അപ്പോൾ നമുക്ക് പല ആൾക്കാർ ചോദിക്കാറുണ്ട്, കോഡിങ്ങിനെ പറ്റി എന്താ പറയുക, എന്തിന് ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ ഹയറിങ് ഇപ്പോൾ നടക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബട്ട് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഹയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ നല്ല പാക്കേജുകൾ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. GCCയിൽ ജോലി കുട്ടികൾ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. എസ്പെഷ്യലി കഴിഞ്ഞ മാസമൊക്കെ നല്ല ഹയറിങ്ങാണ് GCCയിൽ നടന്നത്. അപ്പം അല്ലേ, നമ്മളത് ലിമിറ്റഡായി നമ്മൾ അറിയുന്ന കേസ് മാത്രം, അല്ലാതെയും ഒരുപാട് ഹയറിങ് നടക്കുന്നുണ്ടാവും. ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ
കരിയറിനെ കാണുക. നമ്മളിപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞില്ല സിംഗിൾ ഡേയിൽ ഇത്രയും കുട്ടികൾ ജോലി കയറുക എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള സമയമാണ്. ഫ്രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഒരു സിംഗിൾ പോയിന്റിൽ വന്നില്ല, ഒറ്റ മൈൻഡ് എന്താണ് ജോബ്, അവരുടെ കരിയർ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് എന്ത് ലെവലിലോട്ടേക്ക് എത്തിയത്. അപ്പോൾ അതവർ ഫുൾഫിൽ ചെയ്ത് മുന്നോട്ടേക്ക് ഡെവലപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കരിയറിനെ കാണാം, നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നമ്മളെ ബാക്കിയുള്ളവരിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്ന സംതിങ് നമ്മൾ ഉണ്ടാവണം. അതിന് പറഞ്ഞ പോലെ നോളജും ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ പാട്ടൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ് അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർ ചിന്തിച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ഗ്രൂപ്പിൻ്റെ റിസൾട്ടായിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.